എൻ്റെ 9th മന്ത് സ്കാനിങ്ങിലാണ് ഒരു സിംഗിൾ അംബ്ലിക്കൽ ആർട്ടറിയുടെ ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലായിട്ടുള്ളത്. ആ സ്കാനിങ്ങിന് ശേഷമുള്ള ജീവിതം ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. വല്ലാത്തൊരു പേടിയായിരുന്നു ഉള്ളിൽ. എന്താണ് ഇനി ഉണ്ടാവാൻ പോകുന്നതെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ പഴയ റെക്കോർഡ്സ് എല്ലാം എടുത്ത് നോക്കി. ബട്ട് എവറിത്തിങ് വാസ് നോർമൽ. ഡോക്ടറുടെ ഒരു അഡ്വൈസ് ഉണ്ടായിരുന്നു, ഒരു 3D സ്കാൻ എടുക്കാനായിരുന്നു അത്. ഈ 3D സ്കാനൊക്കെ ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടിരുന്നത്. പ്രത്യേകിച്ചൊന്നും ആയിരുന്നില്ല, അതൊരു 3D ലെവലിൽ കാണാമായിരുന്ന റിപ്പോർട്ടായിരുന്നു. പക്ഷെ അത് വായിച്ചു നോക്കിയിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല. കളേർഡായിരുന്നു അത്. അപ്പോഴത്തേനും ഏതാണ്ട് എൻ്റെ ഡെലിവറി ടൈമിനോട് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിൽ എനിക്ക് വളരെ സിവിയർ ആയിട്ടുള്ള പെയിൻ വന്നും പോയിക്കൊണ്ടിരുന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു ചെക്കപ്പിന് പോയി. അന്ന് ആ ബെഡിൽ കിടക്കുമ്പോഴാണ് ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ഐ വാസ് ഹാവിങ് സം ക്രേവിങ്സ്. ദ വെരി ഇൻറ്റൻസ് ഷുഗർ ക്രേവിങ്സ് ആയിരുന്നു അത്. അങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ കൂടെ ഇങ്ങനെ പല ഷുഗറി തിങ്സും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടേയിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എങ്ങനെയെങ്കിലും ഈ പ്രൊസീജിയേഴ്സൊക്കെ ഒന്ന് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് വാങ്ങിച്ച് കഴിക്കാമെന്ന്. പക്ഷേ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് ഞാൻ കേട്ടത് ഷിഫ്റ്റിംഗ് ടു ദ തിയേറ്റർ ഫോർ ദ എമർജൻസി സിസേറിയൻ ആയിരുന്നു. എനിക്കറിയില്ല ഞാനത് എങ്ങനെയാണ് ആ സമയത്ത് റിയാക്ട് ചെയ്തതെന്ന്. ടോട്ടലി ഞാനൊരു സ്റ്റക്കായ ഫീലിംഗ് ആയിരുന്നു. ആൻഡ് ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് ഐ സ്റ്റാർട്ടഡ് ഷിവറിങ്. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഞാനിങ്ങനെ വിറച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ പ്രൊസീജിയേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഐ വാസ് ഷിഫ്റ്റഡ് ടു എ സ്ട്രെച്ചർ. അവിടെ നിന്ന് തന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ അച്ഛനും അമ്മേനെയൊക്കെ കാണുന്നത്. അവരെ കണ്ടതും എൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ പോയി. പക്ഷെ എനിക്ക് കരയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ സ്റ്റക്കായിരുന്നു. ഹസ്ബൻഡ് ആ സമയത്ത് നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. തിയേറ്ററിനകത്ത് കയറി ഇഞ്ചെക്ഷൻസ് എടുക്കുമ്പോഴും ഞാനിങ്ങനെ വളരെ ഇൻറ്റൻസ്ലി ഷിവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ടായി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല.